രാവിലെ മുതൽ തന്നെ വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും കൽപ്പറ്റയിലും മാനന്തവാടിയിലും ബത്തേരിയിലും തന്നെ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ 3 മണ്ഡലങ്ങളിലും 50% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതെ ബത്തേരി മണ്ഡലം തന്നെയാണ്. ബത്തേരി മണ്ഡലത്തിലാണ് വയനാട് ജില്ലയിൽ കൂടുതൽ വോട്ടർമാരുള്ളതും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അല്പം ഒരു കുറവ് പോളിംഗിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകാറുണ്ട് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വയനാട് ജില്ലയിൽ ശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കണം രാവിലെ മുതൽ ഇത്ര ശക്തമായ പോളിംഗ് ഉണ്ടാവാനുള്ള ഒരു കാരണം. പല ബൂത്തുകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്പം ആളുകൾ വോട്ടർമാരുടെ ഒരു കുറവ് കാണുന്നുണ്ട്. ഏതായാലും 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആളുകളുടെ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ ശക്തമായ പോളിംഗ് ആയിരുന്നു വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ വയനാട് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. 3 മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകളിൽ മാത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അല്പസമയം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നത്. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ വയനാട് ജില്ലയിലില്ല. അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് വയനാട് ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ഈ വർഷം 6 മണി വരെ പോളിംഗിന് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പരമാവധി വോട്ടർമാരെ ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് മുന്നണികളും ഒപ്പം സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം തന്നെ ചെയ്യുന്നത്. വയനാട് ജില്ലയിൽ മറ്റ് ജില്ലകളിലെ പോലെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുകയും ഉച്ചയ്ക്ക് ശേഷം അല്പം ഒരു മന്ദഗതിയിലാവുന്ന ഒരു അവസ്ഥയുമാണുള്ളത്.